Hello guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഫാർമക്കോളജി ടോപ്പിക്കാണ്. ഫാർമക്കോളജി ടോപ്പിക്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എസ് എ ടോപ്പിക്കാണ്. ഫാർമക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ ടോപ്പിക് തന്നെയാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന എസ് എ ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആക്ഷൻ, ഡ്രഗ് ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദി ഡ്രഗ്, ദെൻ യൂസ്, ADR, ദെൻ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, പ്രിക്കോഷൻസ്. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ, ദെൻ അതിൻ്റെ ആക്ഷൻ ഓഫ് ദി ഡ്രഗ്, അബൌട്ട് ദി ഫിസിയോളജി ഓഫ് ദി ഹോർമോൺ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, പിന്നെ അത് ഏത് ഗ്ലാൻഡാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് അഡ്രീനൽ ഗ്ലാൻഡ്. സോ ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒരു എസ് എ ടോപ്പിക്കാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ആൻഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പം അത് ഏത് ഗ്ലാൻഡിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. വിച്ച് ആർ ദി കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്? കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പോൾ വിച്ച് ഇൻക്ലൂഡ്സ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ആൻഡ്രോജൻസ്. ഈ ആൻഡ്രോജൻ, സം എമൗണ്ട് ഓഫ് ആൻഡ്രോജൻ ഈസ് ഓൺലി പ്രൊഡ്യൂസ്ഡ് ഫ്രം അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദി കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ദെൻ ഇവരെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ്. ദെൻ വാട്ട് ഇസ് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഹൈപ്പോതലാമസ് ഉണ്ടല്ലോ, ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് CRF റിലീസ് ചെയ്യും. ദാറ്റ് ഇസ് കോർട്ടിക്കോസ്റ്റെറോയിഡ് റിലീസിങ് ഫാക്ടർ. കോർട്ടിക്കോസ്റ്റെറോയിഡ് റിലീസിങ് ഫാക്ടർ എങ്ങോട്ടാണ് റിലീസ് ചെയ്യുന്നത്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അതിന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ അവരെന്ത് റിലീസ് ചെയ്യും? അസറ്റൈൽ, ദാറ്റ് ഇസ് ACTH. ACTH ഇസ് adrenocorticotropic hormone that is released from the anterior pituitary to the adrenal gland. അങ്ങനെ അഡ്രീനൽ ഗ്ലാൻഡിലേക്ക് ഇപ്പം ഇൻഫോർമേഷൻ സ്റ്റിമുലസ് എത്തിയല്ലോ. ഇനിയും അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് അവരെന്ത് റിലീസ് ചെയ്യും? ദ റിലീസസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് ആൻഡ്രോജൻ. ദിസ് ഈസ് ഹൗ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ് വർക്ക്സ്. ആൻഡ് ഇവിടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഷുഡ് ഇൻഹിബിറ്റ്, റൈറ്റ്? അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യൂലേ. This glucocorticoid will inhibit anterior pituitary and thus inhibit the release of ACTH, and also that is an adrenocorticotropic hormone, and also they inhibit hypothalamus. Thus it will inhibit the release of corticosteroid releasing factor. ഇതാണ് മെക്കാനിസം, ലൈക്ക് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നോർമൽ ഫിസിയോളജിയാണിത്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദി കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ ഫാർമക്കോളജി ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഫാർമക്കോളജി പഠിക്കുമ്പോൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിൻ്റെ ഡ്രഗ്സ് ഏതൊക്കെയാണ്? വിച്ച് ആക്ട് ലൈക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. സോ ഇവിടെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഉണ്ട്, മിനറലോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്. മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷനെ കൂട്ടുന്നതാണ് മിനറലോകോർട്ടിക്കോയിഡ്സ്. ഓക്കെ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ ഇപ്പം യൂസ് എന്തായിരിക്കും? മെറ്റബോളിസം. അതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ യൂസ് വരുന്നത്. ദെൻ വാട്ട് ആർ ദി ഡ്രഗ്സ്? Glucocorticoids includes short acting and intermediate and long acting. Short acting includes hydrocortisone. Hydrocortisone is a short acting natural glucocorticoid, whereas intermediate acting includes prednisolone and triamcinolone. Triamcinolone dexamethasone ഒക്കെ they are glucocorticoids without any mineralocorticoid activity. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം, 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The glucocorticoids without mineralocorticoid activity are, which are the drugs which included, which are triamcinolone and dexamethasone. These are the drugs. Then long acting includes dexamethasone and betamethasone. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് തന്നെ ഷോർട്ട് ആക്ടിങ് ആണെങ്കിൽ സോൺ എന്ന് ഓർക്കുക, ONE ലാസ്റ്റ് വരും, ദാറ്റ് ഇസ് ഹൈഡ്രോകോർട്ടിസോൺ. വേറാസ് ഇൻ്റർമീഡിയറ്റ് ആകുമ്പം ഐ തൊട്ടാണല്ലോ തുടങ്ങുന്നത്, അപ്പം ഐ ഉണ്ട്. ദെൻ ഐ ആൻഡ് ലാസ്റ്റ് ONE വരണം, ദാറ്റ് ഇസ് പ്രെഡ്നിസോലോൺ ആൻഡ് ട്രയാംസിനലോൺ. അങ്ങനെ ഓർക്കാമല്ലോ. ലോൺ ആണ്, ഒലോൺ ഐ ഉണ്ട്, ഒലോണും ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്. ലോങ് ആക്ടിങ് ആണെങ്കിലോ മെത്തസോൺസ് ആണ്. മെത്തസോൺ എന്ന് പറയുമ്പം ഡെക്സാമെത്തസോൺ ആവാം, അതുപോലെ തന്നെ ബെറ്റാമെത്തസോണും. ഓക്കെ, മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ദേ ആർ സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണല്ലോ. ദേ ആർ ആൽഡോസ്റ്റിറോൺസ് ആൻഡ് ഫ്ലൂഡ്രോകോർട്ടിസോൺസ് ആൻഡ് ആൻഡ്രോസിറോൺസ് ആർ ദി മിനറലോകോർട്ടിക്കോയിഡ്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്, മിനറലോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് തന്നെ ഷോർട്ട് ആക്ടിങ് ഉണ്ട്, വിച്ച് ഈസ് ഓൺ വരുന്നത്, ഇത് ഹൈഡ്രോകോർട്ടിസോൺ. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഐയും ഉണ്ട്, ഒലോണും ഉണ്ട്. സോ പ്രെഡ്നിസോലോൺ, ട്രയാംസിനോലോൺ. ഓക്കെ, ദെൻ ലോങ് ആക്ടിങ് എന്ന് പറയുമ്പോൾ മെത്തസോൺസ് ആണ് വരേണ്ടത്. സോ ഡെക്സാമെത്തസോൺ ആൻഡ് ബെറ്റാമെത്തസോൺ. ദെൻ മിനറലോകോർട്ടിക്കോയിഡ് എന്ന് പറയുമ്പോൾ എന്താ വരേണ്ടത്? ആൽഡോസ്റ്റിറോൺസും ഫ്ലൂഡ്രോകോർട്ടിസോണും. Then actions of glucocorticoids. Then
ഇതിൻ്റെ ആക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് മെയിൻ ആക്ഷൻ വരുന്നത് മെറ്റബോളിസത്തില്ല. അതേ ഹെൽപ്സ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഇത് മെറ്റബോളിസം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഗ്ലൂക്കോസിൻ്റെ ലെവല് സ്ഥലത്തിൽ അത് ബ്ലഡിൽ കൂട്ടുന്നു, അതാണ് മെറ്റബോളിസം. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ ഗ്ലൂക്കോസ് ആണ് ബൈ പ്രൊഡക്റ്റ് അല്ലേ. സോ കാർബോഹൈഡ്രേറ്റ് ദേ പ്രൊമോട്ട് carbohydrate metabolism, they promote gluconeogenesis and glycogen deposition in the liver. So they will promote the glycogen deposition in the liver as well as gluconeogenesis in the liver. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ അത് നോക്കുന്നത്, അങ്ങനെ ഓർത്ത് നോക്കുക. അപ്പം ഗ്ലൈക്കോജൻ ഡിപ്പോസിഷൻ ഇൻ ദ ലിവറും ആൻഡ് ലിവറിൽ തന്നെ പുതിയ ഗ്ലൂക്കോസിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദി പെരിഫറൽ യൂട്ടിലൈസേഷൻ ഓഫ് ദി ഗ്ലൂക്കോസ്. ഇപ്പോൾ പെരിഫറലിലുള്ള യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇവർ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും. സോ ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ സിംപ്ലി ഓർത്ത് വെക്കാം, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ദേ പ്രൊമോട്ട് ഗ്ലൂക്കോനിയോജനസിസ് ആൻഡ് glycogen deposition in the liver as well as they inhibit the peripheral utilization of the glucose. ഇനി പ്രോട്ടീൻ ആണെങ്കിലോ, they enhances the protein breakdown and nitrogen excretion so that they have negative nitrogen balance because nitrogen excrete ചെയ്യല്ലേ. And also they reduces the muscle mass because of their catabolism. പ്രോട്ടീൻ കാറ്റബോളൈസ് ചെയ്യുന്നത്. കാറ്റബോളിസം എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ മസിൽ ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ സ്റ്റേറ്റ്. അപ്പം മസിൽസിലുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അങ്ങനെ റെഡ്യൂസസ് ദി മസിൽ മാസ്. ദെൻ അബൌട്ട് ഫാറ്റ് മെറ്റബോളിസം എന്താ സംഭവിക്കുക, ഫാറ്റിനെ മെറ്റബോളൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ പ്രൊമോട്ട് ലൈപ്പോലൈസിസ്, ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ, പ്രൊമോട്ട് ലൈപ്പോലൈസിസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. ഒരു പർട്ടിക്കുലർ ഏരിയ എന്നത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് എക്സ്ട്രിമിറ്റീസ് ടു ഫേസ്, നെക്ക്, ഷോൾഡേഴ്സിലൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇറ്റ് റിസൾട്ട്സ് ഇൻ കുഷിംഗ് സിൻഡ്രോം പോലെ മൂൺ ഫേസ്, ഫിഷ് മൗത്ത് ആൻഡ് ബഫലോ ഹമ്പൊക്കെ ഡെവലപ്പ് ചെയ്യും. ഇൻ കേസ് ഓഫ് ഫാറ്റ് മെറ്റബോളിസം, ദാൻ ആക്ഷൻ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇറ്റ് ഹെൽപ്സ് ഇൻ carbohydrate metabolism to raise the glucose level, protein metabolism to reduce the muscle mass, fat metabolism to promote lipolysis, etc. Then a first action. Second action is anti-inflammatory action. ആൻറ്റി ആൻഡ് ഇമ്മ്യൂണോസപ്രസീവ് ഇഫക്റ്റ്. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ മെറ്റബോളിക് ഇഫക്റ്റ് മാത്രമല്ല, ഇൻഫ്ലമേഷൻ തരാനുള്ള ഇഫക്റ്റും ഉണ്ട്. ഇൻഫ്ലമേഷൻ മാത്രമല്ല, ഇമ്മ്യൂണോ സപ്രഷനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? സപ്രഷൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, സപ്രസസ് ദി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ടു ഓൾ ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് ലൈക്ക് മെക്കാനിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന കുറേ സ്റ്റിമുലസ് ഉണ്ടല്ലോ ഇൻഫ്ലമേഷനെതിരെ, അതിനോടൊക്കെ ഇവർ ആ ഇൻഫ്ലമേഷൻ, ആ സ്റ്റിമുലസ് ഒക്കെ സപ്രസ് ചെയ്യും. അങ്ങനെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവുന്നില്ല. ദെൻ ദേ ഇൻഹിബിറ്റ് ഏർലി ആൻഡ് ലേറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഇൻഫ്ലമേഷൻ. അപ്പം ഇൻഫ്ലമേഷൻ്റെ ഏർലി ആൻഡ് ലേറ്റ് മാനിഫെസ്റ്റേഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഏർലി ആൻഡ് ലേറ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, റെഡ്നെസ്, എഡിമ, സ്വെല്ലിംഗ്, പെയിൻ, ഇതൊക്കെ എന്ത് ചെയ്യും, അതിന് ആ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ദി ഇൻഹിബിറ്റ് ദി മൈഗ്രേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ലൂക്കോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജസ്. അപ്പോൾ ഈ ലൂക്കോസൈറ്റും ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്താ, അവിടെയൊക്കെ ലൂക്കോസൈറ്റ്സും മാക്രോഫേജൊക്കെ വന്നിട്ട് ഫാഗോസൈറ്റോസിസ് നടത്തും. സോ ഇവരെന്ത് ചെയ്യും, ദേ വിൽ ഇൻഹിബിറ്റ് ദി മൈഗ്രേഷൻ ആൻഡ് ഡിപ്രഷൻ, ദാറ്റ് ഈസ് ഡിപ്രസ് ദി ഫങ്ഷൻ ഓഫ് ലൂക്കോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജ്. ഓൾസോ ദി ഡിക്രീസസ് നമ്പർ ഓഫ് WBC. ഈ ഇൻഫ്ലമേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, WBCയുടെ ഒക്കെ ലെവൽ കൂടും, ലുക്കോസൈറ്റ്സ് ലെവൽ കൂടും. അങ്ങോട്ട് ഏരിയയിലേക്ക് ഒത്തിരി ലുക്കോസൈറ്റ്സ് മൈക്രോഫേജൊക്കെ എത്തും, ഇൻഫ്ലമേഷൻ സംഭവിക്കും. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണല്ലോ. സോ വാട്ട് ദേ ഡു, ദേ വിൽ ഡിക്രീസസ് ദി നമ്പർ ഓഫ് WBC. ദെൻ ദേ ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ. ലൈക്ക് ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓരോ സെൽസ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ IgE ഒക്കെ വന്നിട്ട് കുറേ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനൊക്കെ റിലീസ് ചെയ്യും, വിച്ച് ഇൻക്ലൂഡ്സ് പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഇന്റർലൂക്കിൻസ്, എക്സെട്ര. They induce synthesis of the protein lipoproteins, thus inhibiting the phospholipase A2. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, these anti-inflammatory drugs will induce the synthesis of lipoproteins. ഈ lipoproteinൻ്റെ സിന്തസിസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ they will inhibit the phospholipase A2. അങ്ങനെ phospholipase A2നെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, they will suppress the COX-2 in the inflammatory cell. ഇൻഫ്ലമേറ്ററി സെൽസിൽ COX-2 സപ്രസ് ചെയ്യും. അപ്പം that is സൈക്ലോഓക്സിജനെ സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈക്ലോഓക്സിജനേസ് പാത്വേ നടക്കത്തില്ല. as there is no cyclooxygenase pathway, they will inhibit the prostaglandin and leukotrienes, and also they suppresses the production of cytokines. ഇതൊക്കെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂൺ സപ്രഷൻ ഇഫക്റ്റ് വരുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റെറോയിഡ്സിൻ്റെ. എന്തൊക്കെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്ലമേറ്ററി അല്ലേ, അപ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എടുക്കുന്ന എല്ലാ സ്റ്റിമുലസിനും ഇവർ സപ്രസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഇൻഫ്ലമേറ്ററി മാനിഫെസ്റ്റേഷൻ, ഏർലി ആൻഡ് ലേറ്റ് മാനിഫെസ്റ്റേഷൻ ഇവർ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ ഈ ലുക്കോസൈറ്റും മാക്രോഫേജൊക്കെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമല്ലോ, അവർ ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ നമ്പർ ഓഫ് WBCൻ്റെ ലെവൽ എന്ത് ചെയ്യും, ഇവർ കുറയ്ക്കും. ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആൻഡ് ഇന്റർലൂക്കിൻസ് അത് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ, അവരെന്ത് ചെയ്യും, റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല, ദേ വിൽ ഇൻഹിബിറ്റ് ദ റിലീസ്. ആൻഡ് how they inhibit the release,
because the synthesis the protein lipoprotein which inhibit the phospholipase A2 which suppresses the cyclooxygenase and inhibiting the prostaglandin and leukotrienes. കാരണം ഈ പ്രോസ്റ്റാഗ്ലാൻഡിനും ലൂക്കോട്രൈൻസും ഡെവലപ്പ് ചെയ്യാൻ സൈക്ലോഓക്സിജനേസ് പാത്വേ അങ്ങനത്തെ കുറേ പാത്വേസിൻ്റെ യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോ ഓക്സിജനേസ് പാത്വേ ഒക്കെ വേണം ലൂക്കോട്രൈൻസും ഡെവലപ്പ് ചെയ്യാൻ. ആൻഡ് ഓൾസോ ദി സപ്രസസ് ദി സൈറ്റോകൈൻസ്. അപ്പോൾ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആരും റിലീസ് ചെയ്യുന്നില്ല. ദെൻ അതർ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, CVS കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, ദേ ഡിക്രീസസ് ദി കാപ്പിലറി പെർമിയബിലിറ്റി. അങ്ങനെ കാപ്പിലറി പെർമിയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് വെച്ചും ദേ മെയിൻറ്റെയിൻസ് ദി ടോൺ ഓഫ് ആർട്ടീരിയോൾസ്. കാരണം ഈ കാപ്പിലറി പെർമിയബിലിറ്റി ഡിക്രീസ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താ, കാപ്പിലറിയിൽ നിന്ന് ഉള്ളിലുള്ള ബ്ലഡൊന്നും ടിഷ്യൂലേക്ക് എത്തുന്നില്ല, പെർമിയബിലിറ്റി കുറഞ്ഞല്ലോ. സോ ദേ മെയിൻറ്റെയിൻ ദി ടോൺ ഓഫ് ആർട്ടീരിയോൾസ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ഐനോട്രോപിക് ഇഫക്റ്റ്. അവർക്കപ്പോൾ പോസിറ്റീവ് ഐനോട്രോപിക് ഇഫക്റ്റ് ആണ്, ബിക്കോസ് ദേ മെയിൻറ്റെയിൻ ദി ടോൺ, കാരണം എന്താ പെർമിയബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. ആൻഡ് ഇവരുടെ ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിൻ്റെ പ്രൊലോങ്ഡ് യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാപ്പിലറിയിൽ നിന്ന് ബ്ലഡ് ടിഷ്യൂലേക്കൊന്നും എത്തുന്നില്ല. അതായത് കാപ്പിലറിയിലുള്ള ബ്ലഡ് അങ്ങനെ തന്നെ, ബ്ലഡ് അതിൻ്റെ കമ്പോണൻസ് ഒക്കെ അങ്ങനെ തന്നെയുണ്ട്. സോ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, പ്രഷർ കൂടണം കാപ്പിലറിയുടെ, അല്ലേ? ഈ ആർട്ടീരിയോൾസിൻ്റെ പ്രഷർ കൂടിയില്ല, കാരണം പെർമിബിലിറ്റി ഇല്ലല്ലോ. സോ ലോങ് ടേം യൂസ് റിസൾട്ട് ഇൻ ഹൈപ്പർ ടെൻഷൻ, BP കൂടും. ദെൻ സ്കെലറ്റൽ മസിൽ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി നോർമൽ മസ്കുലർ ആക്ടിവിറ്റി ഓഫ് എ സ്കെലറ്റൽ മസിൽ. ആൻഡ് CNSലെ നോർമൽ ഫംഗ്ഷൻ ഇത് ഭയങ്കര ഇഫക്റ്റീവാണ്, ഇത് യൂസ്ഫുള്ളാണ്, ഇത് വേണം, നോർമൽ ആക്ഷൻ ഇത് വേണം. ആൻഡ് ഇഫ് ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വാട്ട് ഹാപ്പൻസ്, ഡിപ്രഷൻ അപ്പതി കൻ ഒക്കർ. ഇഫ് ദർ ഇസ് ലാർജ് ഡോസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ഇത് ഡെഫിഷ്യൻ്റ് ആയാലും എക്സസ് ഡോസ് ആയാലും പ്രശ്നം. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, CNSലാണെങ്കിൽ റെസ്റ്റ്ലെസ്നെസ്, ആൻസൈറ്റി, സൈക്കോസിസ് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ ഡെവലപ്പ് ചെയ്യും. Then GIT-ലാണെങ്കിലോ, GIT enhances the secretion of gastric acid and pepsin. GIT-ൽ ഇതിൽ glucocorticoids will enhance the secretion of gastric acid and pepsin. ഗാസ്ട്രിക് ആസിഡിൻ്റെ പെപ്സിൻ്റെയും സെക്രീഷൻ എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെപ്റ്റിക് അൾസർ, അല്ലേ, ആ ഡിസീസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റില്ല, അല്ലേ? ദെൻ കൊടുക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, പെപ്റ്റിക് അൾസർ ഡിസീസ് ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു ADR ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇവിടെ എന്താ, ഗാസ്ട്രിക് ആസിഡും പെപ്സിനൊക്കെ കൂട്ടുന്നുണ്ട്. ഇതാണ് ആക്ഷൻ വരുന്നത്. കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഡിക്രീസസ് ദി അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് എൻഹാൻസസ് റീനൽ എക്സ്ക്രീഷൻ. അങ്ങനെ റീനൽ എക്സ്ക്രീഷൻ ഓഫ് കാൽഷ്യം കൂട്ടി ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുമ്പം സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, നമ്മുടെ ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കുറയും. അങ്ങനെ കാൽഷ്യം ലെവൽ കുറയുമ്പോൾ അത് കൂട്ടാൻ നമ്മുടെ ബോൺ എന്ത് ചെയ്യും, റീസോർപ്ഷൻ ചെയ്യും. അങ്ങനെ ബോൺ റീസോർപ്ഷൻ ടേക്സ് പ്ലേസ്. ആൻഡ് ഇതിൻ്റെ ഒരു ADR ആയിട്ട് നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പറയാം, കാരണം ബോൺ റിസോർപ്ഷൻ നടക്കുകയല്ലേ. നെക്സ്റ്റ് ഈസ് ഫോംഡ് എലമെൻറ്റ്സ് ഓഫ് ദി ബ്ലഡ്. ഫോംഡ് എലമെൻറ്റ്സ് ഓഫ് ദി ബ്ലഡ് എന്ന് പറയുമ്പം ഫോംഡ് എലമെൻറ്റ്സ് ഓഫ് ദി ബ്ലഡ് കോസസ് ലൈപ്പോലൈറ്റിക് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ലൈപ്പോമയ്ക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ദ ഇൻക്രീസസ് ദി പ്ലേറ്റ്ലെറ്റ് ആൻഡ് RBC. ദെൻ കിഡ്നിയിൽ എന്താ ചെയ്യുന്നത്, കിഡ്നിയിൽ ദ മെയിൻറ്റെയിൻസ് GFR റേറ്റ്, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫീറ്റൽ എങ്ങനെയാണെങ്കിൽ ദേ വിൽ സ്റ്റിമുലേറ്റ് സർഫക്റ്റൻറ്റ് പ്രൊഡക്ഷൻ. then ഇതിന് മിനറലോകോർട്ടിക്കോയിഡ് ആക്ഷൻ ഉണ്ട്. മിനറലോകോർട്ടിക്കോയിഡ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, സം വാട്ടർ ആൻഡ് സോൾട്ട് റിട്ടൻഷൻ ഇത് ഹെൽപ്പ് ചെയ്യും. വാട്ടർ ആൻഡ് സോൾട്ട് റിട്ടൻഷൻ വരുമ്പോൾ എന്താ പറ്റും, സോഡിയം റിട്ടൻഷൻ നടന്നു, പൊട്ടാഷ്യം അവർ എക്സ്ക്രീറ്റ് ചെയ്യും. ദിസ് ഈസ് അബൌട്ട് മിനറലോകോർട്ടിക്കോയിഡ് ആക്ഷൻ. അങ്ങനെ ഹൈപ്പോകലീമിയ നമുക്കൊരു ADR ആയിട്ട് പറയാം. നോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. സോ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിൻ്റെയൊക്കെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ഇനിയും പറയുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, കോർട്ടിക്കോസ്റ്റെറോയിഡ് നമുക്കറിയാം അത് ന്യൂക്ലിയർ റിസപ്റ്റർ ഉള്ള ഡ്രഗ് ആണല്ലേ. ന്യൂക്ലിയർ റിസപ്റ്റർ DNA-യിലാണ് ഇവരുടെ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്, ന്യൂക്ലിയസിലാണ് ഇവരുടെ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. സോ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡ്രഗ്സൊക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ദി സെൽ മെംബ്രെയിൻ ഇവരെന്ത് ചെയ്യും, ദേ വിൽ ബൈൻഡ് ടു സൈറ്റോപ്ലാസം. സെല്ലിൻ്റെ മെംബ്രെയിനിൽ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഇത് എൻ്റർ ചെയ്തിട്ട് ദേ വിൽ ബൈൻഡ് ടു ദി സൈറ്റോപ്ലാസം. അങ്ങനെ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ദേ മേക്സ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് and they move to the nucleus. They makes hormone receptor complex in the cytoplasm. So അവരെന്ത് ചെയ്യും, സൈറ്റോപ്ലാസത്തിൽ അങ്ങനെ ഒരു ഹോർമോൺ റിസപ്റ്റർ ന്യൂക്ലിയസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും they will interact with the glucocorticoid receptor elements on the DNA. They will interact with the glucocorticoid receptor elements in the DNA, that is GRE. ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞല്ലോ DNA റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ത് ചെയ്യും, സിംപ്ലി they bind receptors in the cytoplasm. അങ്ങനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് ഉണ്ടാവും. They move to nucleus. ന്യൂക്ലിയസിൽ ആരുണ്ട്, glucocorticoid receptor elements ഉണ്ട്. And they on the DNA they will bind to that on the DNA. അങ്ങനെ എന്ത് ചെയ്യും, DNA-യിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും, നോർമലി പ്രൊഡ്യൂസ് ചെയ്യേണ്ട mRNA-ക്ക് പകരം ആയിട്ടുള്ള mRNAs ഇവർ സിന്തസൈസ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾട്ടേഴ്സ് സിന്തസിസ് ഓഫ് mRNA ആൻഡ് ദെൻ ട്രാൻസ്ഫർ ടു ദി സൈറ്റോപ്ലാസം. ദെൻ ഡയറക്റ്റ് പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതെങ്ങനെ സൈറ്റോപ്ലാസിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും,
ഈ mRNA ട്രാൻസ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ പ്രോട്ടീൻ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ വഴി ഡയറക്റ്റ് പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാക്കും ആൻഡ് ദസ് ഇറ്റ് റെസ്പോൺസ് ടു ദാറ്റ് ഈസ് ദ ഡ്രഗ് റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ത് ചെയ്യും? കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഫസ്റ്റ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി സെൽ മെമ്പറൈനിൽ കയറി സെൽ മെമ്പറൈനിൽ എന്തുണ്ട്? ദേ ബൈൻഡ് ടു റിസപ്റ്റേഴ്സ് ഇൻ ദി സൈറ്റോപ്ലാസം ആൻഡ് ഇൻ ദി സൈറ്റോപ്ലാസം ദി ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് മൂവ് ടു ദി ന്യൂക്ലിയസ് ആൻഡ് ദേ ഇൻറ്ററാക്ട് വിത്ത് ദി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റെസ്പോൺസ് എലമെൻറ്റ് ഓൺ ദി DNA ആൻഡ് അവിടുന്ന് എന്ത് ചെയ്യും? ദേ വിൽ ഓൾട്ടർ ദി സിന്തസിസ് ഓഫ് mRNA ബൈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ആൻഡ് ദേ ആർ ട്രാൻസ്ഫർ ടു ദി സൈറ്റോപ്ലാസം. എന്തിനാണ് സൈറ്റോപ്ലാസത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബിക്കോസ് ഫോർ ദി ട്രാൻസ്ലേഷൻ ഒക്കർ ഇൻ സൈറ്റോപ്ലാസം, റൈറ്റ്? സോ ഇവരെന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ദേ ഡയറക്റ്റ് ദി പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് റെസ്പോണ്ട് ടു ദി റെസ്പോൺസ് വിൽ ബി ഡെവലപ്ഡ്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ആക്ഷൻസ് ഉണ്ടല്ലോ, കോർട്ടിക്കോസ്റ്റെറോയിഡ്സിൻ്റെ ആക്ഷൻ, അതാണ് ഇവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്.